അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 19/9/2025 ഇന്ന റബ്ബക്കുമുല്ലാഹ്, നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആകുന്നു എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. മുഅ്മിനീങ്ങൾ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വിശുദ്ധ ഖുർആൻ അദൃശ്യങ്ങളിലുള്ള വിശ്വാസത്തെ ഊന്നിപ്പറയുന്നുണ്ട്. അതിൻ്റെ തെളിവുകളും ലക്ഷ്യങ്ങളും നമുക്ക് മുമ്പിൽ നിരത്തിക്കൊണ്ടാണ് ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നത്. ഈമാൻ, വിശ്വാസം, അതിൽ പ്രധാന ഒരു ഘടകമാണ് അദൃശ്യങ്ങളിലുള്ള ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരെ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ റബ്ബിൽ നിന്നുള്ള നേരായ മാർഗത്തിലാണ്, അവരാണ് യഥാർത്ഥ വിജയികളും. നാം അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിനെ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് ദർശിക്കാൻ സാധിക്കുകയില്ല. അവൻ പഞ്ചേന്ദ്രിയങ്ങൾക്കും അധീനനാണ്. എങ്കിലും അള്ളാഹു അവനുണ്ട് എന്നതിന് നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അവൻ്റെ അത്ഭുതകരമായ സൃഷ്ടിവൈഭവങ്ങൾ, അള്ളാഹു അതൊക്കെ കൃത്യമായി വ്യക്തമായി നിയന്ത്രിച്ചു കൊണ്ടുപോകൽ, അതൊക്കെ അവൻ്റെ ഏകത്വത്തിൻ്റെ മേലിലും ആധിപത്യത്തിൻ്റെ മേലിലുമുള്ള അടയാളങ്ങളാണ്. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളെ, അവരുടെ സഞ്ചാരപഥങ്ങളെയൊക്കെ നോക്കി വിസ്മയം കൊണ്ട് അള്ളാഹുവിലുള്ള ഈമാൻ ഉറപ്പിച്ചു. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത്തസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. അവർ ദൃഢവിശ്വാസിയായി, അള്ളാഹുവിലുള്ള ആ ഈമാൻ അവർക്ക് അചഞ്ചലമായി. സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ ചലനത്തെപ്പറ്റി പഠിച്ചപ്പോൾ ഒരു സാധാരണ ബുദ്ധി സമ്മതിക്കുന്നതാണ്, ഏതൊരു സൃഷ്ടിക്കും ഒരു സൃഷ്ടാവ് വേണം. ഒരു നിർമ്മിതിയും ഒരു നിർമ്മാതാവിനെ കൂടാതെ ഉണ്ടാകുകയില്ല. അത് നാം ഏവരും സമ്മതിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ്. എങ്കിൽ ഈ കാണുന്ന അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റിവരുന്നവൻ ആരാണ്? ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ഷൈ ഫഅബ്ദുഹു വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. ആ നിയന്ത്രിച്ചു പരിപാലിക്കുന്നവൻ അത് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവാണ്. അവനൊഴികെ വേറെ ഇലാഹില്ല. മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് അവനാണ്. അവരെ മാത്രം നിങ്ങൾ ഇബാദത്തെടുക്കുവീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ചിന്തിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ അത്ഭുതകരമായ ലോകത്തെ അവൻ എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അതിൽ എത്ര കൃത്യതയോടുകൂടെ വ്യക്തതയോടുകൂടിയാണ് അവൻ ഓരോ വസ്തുക്കളെയും സ്ഥാപിച്ചിട്ടുള്ളത്. അതെല്ലാം അവൻ്റെ ഖുദ്റത്തിൻ്റെ മേലിലുള്ള, ആ സൃഷ്ടാവിൻ്റെ കഴിവിൻ്റെ മേലിലുള്ള അടയാളങ്ങളും തെളിവുകളുമാണ്. സുൻ അല്ലാഹുല്ലദീ അത്ഖന കുല്ല ഷൈ. എല്ലാ വസ്തുക്കളെയും വളരെ കൃത്യതയോടുകൂടി അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഈ ആകാശത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര ഭംഗിയിലാണ് അവൻ അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ആകാശ ലോകത്തെ ഓരോ പ്രതിഭാസങ്ങളെയും എത്ര കൃത്യതയോടുകൂടിയാണ് അവൻ ചലിപ്പിക്കുന്നത്. ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവ അലൽ അർശ് യുഗ്ശിൽ ലൈലൻ നഹാറ യത്ലുബുഹു ഹസീസാ വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖ്ഖറാത്തിൻ ബിഅംരി അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചു 6 ദിവസങ്ങളുടെ സമയത്തിലായി. ശേഷം അവൻ അർശിൻ്റെ മേൽ ആധിപത്യം നടത്തി. രാവിനെ പകലുകൊണ്ട് പൊതിയുന്നു, പകൽ രാവിനെ
ധൃതിയിൽ അന്വേഷിക്കുന്നു. സൂര്യചന്ദ്ര നക്ഷത്രാദികളൊക്കെ അവന് വഴിപ്പെട്ട് അവൻ്റെ നിയന്ത്രണത്തിനനുസരിച്ച് നീങ്ങുന്നവയാണ്. റബ്ബാണ് എല്ലാത്തിനെയും പടച്ചതും സൃഷ്ടിക്കുന്നതും. റബ്ബ് വളരെ അത്ഭുതകരമായി സൃഷ്ടികർമ്മം നടത്തിയവനാണ്. സൂര്യൻ ചന്ദ്രനെ പുറകെ സഞ്ചരിക്കുകയാണ്. ആ സംക്രമണം എത്ര കൃത്യതയോടുകൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പകൽ മാറുമ്പോൾ രാവ് വരുന്നു, രാവ് നീങ്ങുമ്പോൾ പകൽ വരുന്നു. അതൊക്കെ സമയാസമയമായി കൃത്യതയോടുകൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യൻ ചന്ദ്രനെ എത്തുന്നില്ല, രാവ് പകലിനെ മുൻകടക്കുന്നില്ല. എല്ലാം അതിനു നിശ്ചയിച്ച ഭ്രമണപഥങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭൂമിയിൽ നിന്ന് നാം ആകാശത്തെ ലോകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാർമേഘക്കീറുകൾ ഏറെ ഭാരമുള്ള അവ ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. അൽ മുസഖരി ബൈന സമാഇ വൽ അർള്. വെള്ളവും പേറിയിട്ടാണ് ഏറെ ഭാരത്തോടുകൂടി സഞ്ചരിക്കാൻ അവകൾക്ക് എങ്ങനെ സാധിക്കുന്നു? അവകളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇതൊക്കെ ഒരു ഇലാഹുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന് നമ്മളോട് പറയുകയല്ലേ? അവനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് നാം അറിയാതെ സമ്മതിച്ചു കൊടുക്കേണ്ടി വരില്ലേ? ഇനി എന്തിനേറെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം എത്രമാത്രം കാര്യക്ഷമതയോടുകൂടിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ അവയവങ്ങളെയും അവൻ എങ്ങനെ ഭംഗിയായിട്ടാണ് അതിനെ ഓരോന്നിനെയും ചേർത്തു വച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഈ അത്ഭുതങ്ങൾ നാം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടേ? അതൊക്കെ ഈ സൃഷ്ടാവിൻ്റെ നിയന്ത്രണങ്ങളല്ലേ, അവൻ്റെ കൈകാര്യങ്ങളല്ലേ? വഫീ അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനകളിലേക്ക് നോക്കൂ, എത്ര അത്ഭുതമാണതൊക്കെ. വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. നല്ല പണ്ഡിതന്മാരാണ് അതിനെപ്പറ്റി ചിന്തിക്കുക. വിശ്വാസികളായ മുഅ്മിനീങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ. അവർക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസവും ഈമാനും വർദ്ധിക്കുകയുണ്ടായി. പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. അത് എങ്ങനെയാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം സൃഷ്ടാവുണ്ട്, അവൻ അത്യുന്നതനാണ് എന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിവൈഭവം ഇങ്ങനെ കൃത്യതയോടുകൂടെ നടത്തിയത് അവൻ്റെ ഏകത്വത്തിൻ്റെ മേലിലും ആധിപത്യത്തിൻ്റെ മേലിലുമുള്ള തെളിവുകളാണ്. നാം നമ്മുടെ ദൃഷ്ടി പതിയുന്ന ഏതൊന്നിനെക്കുറിച്ച് ചിന്തിച്ചാലും അതിലൊക്കെ ആ സൃഷ്ടികളൊക്കെ എനിക്കൊരു സൃഷ്ടാവുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഫഹസിബുത്തും അന്നമാ ഖലഖ്നാകും അബസ. ഇതൊക്കെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ഖുർആനിൻ്റെ ചോദ്യം നമ്മുടെ ഉള്ളിൽ തട്ടുന്നതാണ്. നമ്മളൊരു വീട്ടിൽ പ്രവേശിക്കുകയാണ്. ആ വീട് ഭംഗിയായി അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു. ആ വീടിൻ്റെ ഉള്ളിലെ ഓരോ വസ്തുക്കളും കൃത്യമായി അതിൻ്റെ ആ വ്യവസ്ഥാപിത സ്ഥാനങ്ങളിൽ കൃത്യതയോടുകൂടെ അടുക്കി വച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഒരാൾ പറയുമോ ഇത് തനിയെ ഉണ്ടായതാണ് എന്ന്? അല്ല, അതിന് ഒരു നിർമ്മാതാവുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളും. അള്ളാഹു അതിനെ വളരെ വ്യക്തമായി ഉദ്ദേശത്തോടുകൂടെ കൃത്യതയോടുകൂടെ സൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്നു. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ. ഭംഗിയുള്ള രൂപത്തിൽ അതിനൊക്കെ അവൻ സൃഷ്ടിച്ചു. നമ്മൾ നമ്മുടെ ജീവിത പ്രകൃതത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങും. ഫസുബ്ഹാനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ സൃഷ്ടികൾക്കും അതിനാവശ്യമായത് അള്ളാഹു തആല കൊടുത്തു. അത് അള്ളാഹുവിൻ്റെ മേലുള്ള തെളിവാണ്. അഫലാ തതഫക്കറൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന്
ഖുർആൻ നമ്മളുടെ ചിന്തയെ തൊട്ടുണർത്തുകയാണ്. വ ഇന്നാ ലിസാനൽ കൗനി അബ്ലഗു നാതിഖിൻ അലാ അന്നഹുൽ ബാരിൽ ഇലാഹുൽ മുസവ്വിറു ലഹു കുല്ലു ദർറാത്തിൽ വുജൂദി ശവാഹിദു അലാ അന്നഹുല്ലാഹുൽ ബദീഉൽ മുദബ്ബിറു. ഈ പ്രപഞ്ചത്തിലെ 1000 നാവുകൾ നമ്മളോട് സംസാരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിനെ രൂപപ്പെടുത്തിയ ഒരു ഇലാഹുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും ഓരോ ബിന്ദുവും സാക്ഷിയാണ് ആ സൃഷ്ടാവ് ഏകനായ അള്ളാഹുവാണ് എന്ന്. നാം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, റബ്ബിനെപ്പറ്റി നാം ഉൾക്കൊള്ളും. ഒരു സത്യവിശ്വാസി അവനെ അത്ഭുതപ്പെടുത്തുന്നത് കാണുമ്പോൾ, അവൻ്റെ ചിന്തയെ തൊട്ടുണർത്തുന്നത് കാണുമ്പോൾ അവനറിയാതെ പറയും, ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാ. ഇത് റബ്ബിൻ്റെ സൃഷ്ടികർമ്മമാണ്, റബ്ബാണ് അതിനൊക്കെ നിയന്ത്രിക്കുന്നത്. നാം ചിലപ്പോൾ റബ്ബിനെക്കുറിച്ച് അശ്രദ്ധനാവും. നമുക്ക് അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ നേരിടേണ്ടി വരും. അപ്പോഴും ആ വിഷമഘട്ടങ്ങളിൽ നമ്മൾ അവലംബിക്കുന്നത് നമ്മുടെ നാഥനെയാണ്. യാ അല്ലാഹ് യാ മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅ. പ്രതിസന്ധിയിലകപ്പെട്ടവൻ പ്രാർത്ഥന നടത്തുമ്പോൾ അവൻ ഉത്തരം ചെയ്യുന്നവൻ ആരാണ്? വഇദാ മസ്സക്കുമുൽ ദുർറു ഫിൽ ബഹരി ളല്ല വൻ തദ്ഉഹു ഇല്ലാ ഇയ്യാ. ഒരു സാഗരത്തിൽ നമ്മൾ അപകടത്തിൽപ്പെടുന്ന നിർണായക ഘട്ടങ്ങളിലൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നമ്മൾ അവനെ മാത്രമാണ്. അവനിലാണ് നമ്മുടെ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള പ്രതീക്ഷ. അത് മനുഷ്യ സഹജമാണ്. അവൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ വരുന്ന ഒരു വിളിനാദം, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ സൃഷ്ടാവേ. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. നാം നമ്മുടെ സന്താനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത അവരിൽ നാം വളർത്തിക്കൊണ്ടുവരണം. സൃഷ്ടാവിൻ്റെ സൃഷ്ടികർമ്മത്തെപ്പറ്റി നാം അവരെ ഓർമ്മപ്പെടുത്തണം. അവനാണിതൊക്കെ നിയന്ത്രിക്കുന്നത്, പരിപാലിക്കുന്നത് എന്ന ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കണം. ശിഥില ചിന്തകളിൽ അവർ വീണുപോകരുത്. നാം അള്ളാഹുവിൽ അങ്ങനെ അചഞ്ചലമായ വിശ്വാസമുള്ളവരായാൽ നമ്മൾ അവൻ്റെ സ്വർഗം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യും. ഗ്രാമവാസികളിൽപ്പെട്ട ഒരാൾ തിരുനബി സന്നിധിയിൽ എത്തുകയാണ്. എന്നിട്ട് തങ്ങളോട് ചോദിച്ചു, മൻ ഖലഖസ് സമാഅ വൽ അർള വനസബൽ ജിബാൽ. ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശങ്ങളെ സൃഷ്ടിച്ചത്, പർവ്വതങ്ങളെ നാട്ടി നിർത്തിയത്? തിരുനബി പറഞ്ഞു, അല്ലാഹ്. വഅല്ലമഹു അർക്കാനൽ ഇസ്ലാം. ഇസ്ലാം കാര്യങ്ങളും അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അയാൾ ദൃഢവിശ്വാസിയായി. അങ്ങനെ അയാൾ തിരിഞ്ഞ് അയാളുടെ ഗ്രാമത്തിലേക്ക് നടക്കുന്നത് കണ്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ലഇൻ സദഖ ലയദ്ഖുലന്നൽ ജന്ന. ഇദ്ദേഹം ഇപ്പോൾ വിശ്വാസം ഉൾക്കൊണ്ടു, ഈ പറഞ്ഞത് പൂർണ്ണമാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. നാം റബ്ബിൽ അചഞ്ചലമായി വിശ്വാസം ഉള്ളവരാകണം. അത് മുഖേന സ്വർഗത്തിൽ പ്രവേശിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.